സംസാരിക്കരുത്. അതല്ല നെൽസാ, പിന്നെ ഉമ്മ വേണോന്നോ? നാണല്ലോ ഇത്ര പ്രായം ഉമ്മൻ ചോദിച്ചു കിടക്കുന്നു. ഉമ്മ ചോദിച്ചതല്ല. അശ്വതി, ഭക്ഷണം ഭക്ഷണം. ഇവിടെ ഒന്ന് ഭക്ഷണം ചോദിക്കാൻ തനിക്ക് നാണാവില്ലേ? ഇവിടെ വല്ല സമൂഹ സദ്യ നടക്കണ്ട? ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് ഭക്ഷണം ചോദിച്ചതല്ല, നിങ്ങൾക്ക് ഭക്ഷണം വല്ലതും വേണോന്ന് ചോദിക്കാൻ വന്നതാ. നിങ്ങൾ ഇവിടുത്തെ മെയിൻ ചീഫ് കുക്ക്. അയ്യോ സോറി, ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. ഷെഫാണല്ലേ? ഷെഫാണ്. വിശക്കുന്നുണ്ടല്ലോ. പിന്നെ നല്ല വിശപ്പുണ്ട്. എനിക്ക് വിശക്കുണ്ട്. വിശക്കണാ? പിന്നെ കുറച്ചു മുമ്പല്ലേ 10-15 ദോശ തന്നത്, ഇത്ര പെട്ടെന്ന് വിശപ്പ് തുടങ്ങി? രാവിലെ 8 മണിക്ക് 4 ദോശ തിന്നാണ്. വിശക്കാതിരിക്കാൻ ഞാൻ ദോശക്കല്ലല്ല തിന്നത്, ദോശയാണ് തിന്നത്, ഉണക്ക ദോശ. എനിക്ക് നല്ലോണം വിശക്കുണ്ട്. നമുക്ക് പോയി കഴിച്ചാക്കാന്നാ, പിന്നെ ബ്രേക്ക് എടുക്കാം. ഓ എന്റെ ദൈവമേ, സ്ത്രീകൾക്ക് എന്തും സഹിക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്തും കഴിച്ചാൽ ദഹിക്കാനുള്ള കഴിവാണ് കൊടുത്തേക്കണത്. നിന്റെയും അവിടെ വല്ലതും വേണോന്ന്. കഷ്ടം. ചേട്ടന്റെ പേരെന്താണ്? ആൽബർട്ട്. അപ്പൊ നാട്ടിൽ ചെന്നിങ്ങനെ ചോദിച്ചാൽ ആൽബർട്ട് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നാട്ടിൽ വന്നിട്ട് ആൽബർട്ട് എന്ന് ചോദിക്കരുത്, പിന്നെ റോബർട്ടിന്റെ വീടെന്ന് ചോദിക്കണം. റോബർട്ട്. അതെന്താ അങ്ങനെ? അതായത് ഈ വീട്ടിലെ സകലമാന പണികൾ ഞാനാണ് എടുക്കണതേ. അപ്പൊ അതുകൊണ്ട് നാട്ടുകാർ എനിക്കിട്ട പേരാണ് ആൽബർട്ട് മാറ്റിയിട്ട് റോബോട്ട്. യന്ത്ര മനുഷ്യനെ പോലെ എല്ലാ ജോലിയും. ഭാര്യ ഇട്ടതായിരിക്കും അല്ലേ? ഓ ഭാര്യ ആയിരിക്കും ആദ്യം അങ്ങനെ വിളിച്ചു തുടങ്ങി. ഭാര്യനെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. അല്ല, ഈ കുക്കിങ്ങില് ഈ പാചക കലയിൽ ആരാ ചേട്ടനെ ഇത് പഠിപ്പിച്ചത്? എന്റെ ഭാര്യ. ഭാര്യയാണോ? അതെ. അപ്പൊ ഭാര്യയാണ് ഗുരു. ഭാര്യ ഗുരുവല്ല. അതെന്താ? ഭാര്യ ഗുരുവല്ല, എന്നെ പഠിപ്പിച്ചത് ഭാര്യയാണ്. അതെങ്ങനെയാ ഭാര്യ പഠിപ്പിച്ചെങ്കിൽ പിന്നെ ഭാര്യയല്ലേ ഗുരു ആവുന്നു? ഞാൻ സ്വയമായിട്ടാണ് ചെയ്തതെല്ലാം തുടങ്ങിയത്. പക്ഷെ ഗുരു ഭാര്യയല്ല. അതാ എനിക്ക് മനസ്സിലാവുന്നില്ല, ഒന്ന് വ്യക്തമാക്കി തരാമോ? അതായത് കല്യാണം കഴിഞ്ഞ എന്റെ കുടുംബത്തിലേക്ക് വന്ന് കയറിയപ്പോൾ അവൾ അടുക്കളയിലേക്കല്ല കയറിയത്, നേരെ ടിവിയുടെ മുമ്പിലേക്ക് പോയി സകലമാന സീരിയൽ ഇരുന്ന് കാണും. ഞാൻ അവിടെ ഇരുന്നിട്ട് വിശന്ന് കിടന്ന് ചത്തുപോകൂലേ, ഞാൻ നേരെ അടുക്കള കയറി എന്തെങ്കിലും കഴിക്കാനൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഞാൻ പഠിച്ചു പാചകം. ഭാര്യ കാരണം അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ ഈ പിന്നെ ബിരിയാണി വെക്കുമല്ലേ? ബിരിയാണിയുടെ സ്പെഷ്യലിസ്റ്റ് അല്ലേ ഞാൻ. പിന്നെ കുഴിമന്തി, ദമ്മ്, കുഴിമാന്തി, കുഴിമൂടി എന്നുകൊണ്ട് എല്ലാവിധ ബിരിയാണികളും. കുഴിമൂടി അതെന്ത് ബിരിയാണി? അതായത് കുറെ ബാക്കി വരുമ്പോൾ ഞാൻ ഒരു വലിയ കുഴി ഇട്ടിട്ട് അതിനകത്തേക്ക് ഇട്ട് മൂടും. ഞാൻ വെച്ചിട്ട് പുതിയതായിട്ട് ഇറങ്ങിയ നിങ്ങൾ ഈ കലം ബിരിയാണി വെച്ചിട്ട് ഇങ്ങനെ ജംഗ്ഷനിലൊക്കെ നടന്ന് വിൽക്കുമല്ലേ? എന്താ മിസ്റ്റർ അങ്ങനെ സംസാരിക്കുന്നത്? അല്ല, ഞാൻ കണ്ടായിരുന്നു. എന്ത് കഴിഞ്ഞ ഷൂട്ടിംഗ് ഇങ്ങോട്ട് വന്നപ്പോ ഉല്ലാസേട്ടാ 18-ാം തീയതി ഇങ്ങോട്ട് വന്നപ്പോ ഇങ്ങനെ ഞാൻ വണ്ടി ഇരുന്നിട്ട് കണ്ട് ഇങ്ങനെ കലത്തിൽ ഇങ്ങനെ ബിരിയാണിയും വെച്ചിട്ട് ഇങ്ങനെ റോഡിൽ. അത് ഞാനല്ല. എനിക്ക് ബിരിയാണി ഞാൻ വെക്കും, അത് സത്യമാണ്. വിൽക്കാൻ കൊണ്ട് നടക്കാറില്ല. നിങ്ങളെ ഞാൻ കണ്ടില്ലേ, ഇപ്പൊ കണ്ടില്ലേ? ഈ വ്യക്തി തന്നെയാണ്, എനിക്ക് ആളിനൊന്നും മറന്നില്ല. കറക്റ്റ് നിങ്ങൾ തന്നെയാണ്. ഡേറ്റ് 18-ാം തീയതി. 18-ാം തീയതി അതിരാവിലെയാണോ? അതിരാവിലെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എന്റെ സുഹൃത്തെ, എന്റെ അമ്മാവനുണ്ടല്ലോ, പുള്ളി തട്ടിപ്പോയി. പുള്ളിയുടെ ചിതാഭോസമോ ഒഴുക്കാൻ വേണ്ടി കൊണ്ടുപോയി കലയിന്റെ തലവും. ബിരിയാണി കലം ബിരിയാണി അല്ല, വെറും ഭസ്മോ ഇരുന്നു. പിന്നെ വേറൊരു കാര്യം, ബിരിയാണി വെക്കുകയാണെങ്കിൽ വളരെ സത്യസന്ധമായിട്ട് ഞാൻ ബിരിയാണി വെക്കാറുള്ളൂ. സത്യസന്ധത എന്റെ കൂടപ്പുറപ്പാ. ഓ അത് ശരി. അതെങ്ങനെയാണ്? അതായത് ഈ സാധാരണ ഇപ്പൊ ബീഫ് ബിരിയാണി ഉണ്ടല്ലോ, ബീഫ് ബിരിയാണിയിൽ ഞാൻ മുട്ട വെച്ച് കൊടുക്കാറില്ല. അയ്യോ അതെന്താ? ഈ ബീഫ് മുട്ട ഇടാറില്ലല്ലോ. ഓ അങ്ങനെ സത്യസന്ധത. ആ സമയത്ത് മറിച്ച് ചിക്കനിൽ ഞാൻ മുട്ട വെച്ച് കൊടുക്കും. അത് വലിയ കോമ്പിനേഷൻ ആണല്ലോ. മറ്റത് ഇങ്ങനെ വെക്കും, അതെന്റെ വ്യത്യാസം. പിന്നെ വേറൊരു കാര്യം, ഈ ബിരിയാണി ഇപ്പൊ നിങ്ങൾക്കും വീട്ടിൽ വെക്കാം, ആർക്കും വെക്കാം. പക്ഷെ അതല്ല, ഞാൻ വെക്കുന്ന ബിരിയാണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്ഫുള്ളാണ്. അതിനകത്ത് ഞാൻ ബിരിയാണി വെച്ച് കഴിഞ്ഞിട്ട് കുറെ SMS അങ്ങോട്ട് എടുക്കും. SMS ഇടും. നിങ്ങളുടെ അവിടെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കും പറയണല്ലേ? അല്ലല്ല, അത് എല്ലായിടത്തും അങ്ങനെ തന്നെ പറയുന്നത്. അതെ. പിന്നെ അതിനുശേഷം കുറച്ച് ഒരു കിസ്മത്ത് കാര്യങ്ങൾ വിതറും. ക്രിസ്മസ്. ഓ ജസ്റ്റ് മിസ്സായി പോയതാ. അല്ല, ഈ ചേട്ടൻ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ട്? എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വെക്കണം ഐറ്റം? ഞാൻ സ്പെഷ്യലായിട്ട് വെക്കുന്ന പറഞ്ഞാൽ പിന്നെ ഫിഷ് മോളി. ഫിഷ് മോളി ഉണ്ടാക്കൂല്ലേ? എനിക്ക് എന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരാം, ഞാൻ വീട്ടിൽ ചെന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും. എന്തൊക്കെ വേണം എഴുതിയെടുത്തോളൂ, നിങ്ങൾക്കും വേണമെങ്കിൽ ചെയ്യാവുന്ന, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. തയ്യാറാക്കുന്നത് വെച്ചാൽ നമ്മള് നല്ല മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റിൽ നിന്ന് ഫിഷ് മേടിച്ച് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം പൊക്കമുള്ള ഒരു സ്റ്റൂൾ എടുക്കുക.
പിന്നെ വലിയൊരു അലമാര ഫിഷ് മോളി റെഡി. അങ്ങനെ ഈ അലമാരയും ഇതും അലമാര സ്റ്റൂൾ എന്തിനാ ഫിഷ് മോളി ഉണ്ടാക്കാൻ? സ്റ്റൂളിൽ കയറിയിട്ട് വേണ്ടേ ഫിഷ് മോളി വെക്കാൻ. ഫിഷ് മോളി വെക്കാൻ. ആ ആ ആ അങ്ങനെ. ആ ഭയങ്കര ബുദ്ധിയാട്ടോ. ആ പെട്ടെന്ന് തീർന്നില്ലേ പണി? പിന്നെ ആ അശ്വതിനെ കണ്ടപ്പോഴൊന്നും ചോദിക്കണമെന്ന് കരുതി. എന്താണ്? നിങ്ങളുടെ ഒരു കൂട്ടുകാരുണ്ടല്ലോ വൺ മിസ്റ്റർ ബീന. മിസ്റ്റർ ബീനോ? മിസ്റ്റർ ബീൻ എന്റെ ഫ്രണ്ട് ഒന്നുമല്ല. മിസ്റ്റർ ബീനല്ല, ബീന കൂട്ടുകാരില്ലേ? ബീന. ബീന എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട്. പുള്ളിക്കാരിയുടെ കല്യാണത്തിന് ഞാനില്ലായിരുന്നു അസ്ട്രഫ്. ഓ, അന്ന് നിങ്ങളാണോ ഭക്ഷണം ഉണ്ടാക്കിയേ? ഷെഫ്. അന്ന് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു അത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. രണ്ടും മിസ്സായതാ. അതുപോലെ മിസ്സാ. അതെ, ആ ഷെഫ് ഞാനായിരുന്നല്ലോ. ഇന്ന് കേക്കണം ഉല്ലാസ നെൽസ. 1500 തരം തൊടുകറി 1500 കറി. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. അത് വിളമ്പി പാലേന്ന് വിളമ്പി തുടങ്ങി കഴിഞ്ഞാൽ തൊടുപുഴയിൽ വന്നിട്ടാണ് ലാസ്റ്റ് തൊടുകറി കൂട്ടാൻ പറ്റുള്ളൂ. ആ ടൈപ്പാണ്. പിന്നെ ഒരു 6 തരം പായസം. ഇത്രയൊക്കെ ഉണ്ടാക്കി കിടുക്കാച്ചി ആയി കളഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് തല്ലി മേടിച്ചിട്ടാ പോകുന്നതെന്ന് ഞാൻ കേട്ടല്ലോ. ബീന എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അതെന്തിനാ തല്ലിയത്? അതൊക്കെ അല്ലെന്ന് ഇയാൾ തല്ലി മേടിച്ചോണ്ടോ പോകുന്നത്? നന്നായിട്ട് ചെയ്ത ആള് പിന്നെ തല്ലുള്ളത്. എന്ന് വെച്ചാൽ ഈ കറികളിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എരി കൂടി കാണും. എരിവ് സമാസമം. അപ്പൊ ഉപ്പ് കൂടിയായി. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല സെയിം. പിന്നെന്താണ് പ്രശ്നം? തല്ല് കിട്ടാനുള്ള കാര്യം എന്താണ്? അതായത് ചോറ് വെക്കാൻ മറന്നു. ഈ കോൺസെൻട്രേഷൻ മൊത്തം കറിയിലായി പോയി. 1500 കറി വെച്ചപ്പോഴത്തേക്ക് കൈ വിട്ടുപോയി. എന്തോ ഒരു കരിഞ്ഞ സ്മെല്ല്. കിട്ടണ്ട വയറ് ഷോർട്ട് ആയതല്ലോ. അടുക്കള വയറ് ഷോർട്ട്. അടുക്കള നല്ല പാർട്ടിയാ. എന്താണ്? നിങ്ങളെ കാണാൻ വേണ്ടി ഭക്ഷണം കഴിക്കണ്ടേന്ന് ചോദിക്കാൻ വേണ്ടി വന്ന് അടുക്കളയിൽ അയില വറക്കാനിട്ടേക്കായിരുന്നു, പൊരിക്കാനിട്ടേക്കായിരുന്നു. ഇത് മൊത്തം കരിഞ്ഞാണല്ലോ ഇപ്പൊ. ആകെ കരിഞ്ഞില്ല. കുഴപ്പമില്ല, ഉച്ചക്കലത്തെ ഭക്ഷണത്തോപ്പ് തരാം സ്പെഷ്യലായിട്ട്. ഇന്ന് കരിമീൻ ആയിക്കോട്ടെ. അതുപോലെ കരിമീനാ. ആ വിശക്കുന്ന എന്തെങ്കിലും ഭക്ഷണം റെഡിയാക്കുക. പിന്നെ വേറൊരു കാര്യം, ഇവിടെ കറങ്ങി ഇതൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് കറങ്ങി നടക്കാൻ നിൽക്കരുത്. നേരെ വന്നോളണം. 1 മണിക്ക് വന്ന് ഭക്ഷണം കഴിച്ചോളണം. പറ്റത്തില്ല, ഞങ്ങൾ 12:30 ആകുമ്പോൾ വരും. 12:30 ആകുമ്പോൾ ഞങ്ങൾ വരും. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഉണ്ടാവില്ല, ഞാൻ പുറത്തു പോകും. എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? അത് ശരി. ആഹാ, അപ്പൊ ഇവിടുന്ന് കഴിച്ചാ പോരെ? ഇവിടെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചാ പോരെ? എവിടെന്ന്? ഇവിടുന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കണമെന്ന്. അയ്യടാ മനവേ, എന്നിട്ട് വേണം എന്റെ വയറ് കേടായി ഞാൻ വല്ല ആശുപത്രി പോയി കിടക്കാൻ. ആശുപത്രി പോയി കിടന്ന് നീ സമാനം പറയോ? നെൽസൺ സമാനം പറയോ? ഉല്ലാസ സമാനം പറയോ? അശ്വതി സമാനം പറയോ? എനിക്ക് കുഞ്ഞുങ്ങളില്ലേ, കുട്ടികളില്ലേ, എനിക്ക് കുടുംബമില്ലേ, വീടില്ലേ? ഭക്ഷണം കഴിച്ച് ചത്തുപോയി കഴിഞ്ഞാ പറഞ്ഞ അതിരില്ലേ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനേ? അയ്യോ